അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ തണുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എമ്മി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ കഴിഞ്ഞാലും റംബൂട്ടാൻ സൂക്ഷിച്ച് വെച്ച് കഴിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ കൂടിയാണത്. ഹായ് ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂപ്പർ സ്പെഷ്യൽ ഐറ്റമാണ്. അതായത് എൻ്റെ വീട്ടിൽ കുറേ അധികം റംബൂട്ടാൻ ഉണ്ടായ കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാമായിരിക്കും. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ അത്ര അധികം റംബൂട്ടാൻ ഉണ്ടാകുമ്പോൾ റംബൂട്ടാൻ കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചിരിക്കുന്നത് മോശമായിരിക്കും. കാരണം എൻ്റെ വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടാകുമ്പോൾ ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് റംബൂട്ടാൻ കൊണ്ടുള്ള പിക്കിൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റംബൂട്ടാൻ കൊണ്ടുള്ള അച്ചാറാണ്, അല്ലെങ്കിൽ പിക്കിളാണ്. ഇത് ഒരു കെട്ട് റംബൂട്ടാൻ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കണ്ടോ. ഇത് നന്നായിട്ട് പഴുത്തു. ശരിക്കും റംബൂട്ടാൻ പിക്കിൾ ഉണ്ടാക്കാൻ ഇത്രയും പഴുക്കണമെന്നില്ല, കുറച്ച് പുളി ഉണ്ടെങ്കിലും ടേസ്റ്റ് ആയിരിക്കും. ഇത് ശരിക്കും നന്നായിട്ട് പഴുത്തു പോയി. എന്തായാലും ഇതുകൊണ്ടൊരു പിക്കിൾ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്ന റംബൂട്ടാൻ ഒന്ന് പൊളിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒന്നായിട്ട് ഇതിനെ പൊളിച്ച് അതിൻ്റെ ഫ്രൂട്ട് പുറത്തേക്ക് എടുക്കാം. ഞാൻ സാധാരണ റംബൂട്ടാൻ പൊളിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒന്ന് ഞെക്കിയാൽ മതി, ഇങ്ങനെ പൊട്ടി വരും. കത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കണ്ടോ. വളരെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. നല്ല സ്വീറ്റാണ് ഈ റംബൂട്ടാൻ. സോ ഇതിനൊരു സ്വീറ്റ് പിക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഡേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇത് വലിയ ഫ്രൂട്ട്സുമാണ്, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഫ്രൂട്ട്സും പൊളിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ പിക്കിളിനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാണ്. ഇത്രയും റംബൂട്ടാൻ എടുത്തിരിക്കുന്നത് 40 ഉണ്ടാവും കേട്ടോ. അത്രയും ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഭംഗിയായി കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോന്നും എന്തൊക്കെയാണെന്നും ഓരോന്നിൻ്റെയും അളവും ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ചെറിയൊരു സാങ്കേതിക പ്രശ്നം കാരണം ഇന്ന് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മൺപാത്രം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, മെറ്റാലിക് ഉപയോഗിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു 1/2 കപ്പ് എള്ളെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ എന്ന് പറയും, ഇതിലേക്ക് ഒഴിക്കുകയാണ്. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ എള്ളെണ്ണ നല്ലത് കേട്ടോ. ചൂടാകുമ്പോൾ ഞാൻ ആദ്യം അതിലേക്ക് ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ. ഉലുവ ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണ്ടേ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇടുന്നത് വെളുത്തുള്ളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. ഒരു 30 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. ഒരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, സോറി 1/4 കപ്പോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തന്നെ ഇഞ്ചി ഇടുന്നുണ്ട്, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയിലേക്ക് ആ പച്ചമണം മാറി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ നിറം ആയി വരുന്നവർ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറി ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിലേക്ക് പൊടികൾ ചേർക്കുന്നു. ആദ്യം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. വലിയ എരിവുണ്ടാവില്ല, പക്ഷെ അച്ചാറിനൊരു കൊഴുപ്പുണ്ടാവും. നമ്മുടെ റംബൂട്ടാൻ നല്ല സ്വീറ്റ് ആയതുകൊണ്ട് കുറച്ച് എരിവ് എക്സ്ട്രാ വേണ്ടി വരും കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് വേണം പൊടിയിലിട്ട് കൊടുക്കാനേ. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാൻ പോകണം ആദ്യം. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ കൂട്ട് കണ്ടോ, നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഈ സമയം 2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇടുന്നുണ്ട്. സാധാരണ അച്ചാറിന് പോലെ ഒത്തിരി ഉപ്പ് വേണ്ട കേട്ടോ ഇതിന്, മധുരമുള്ള അച്ചാറായതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച റംബൂട്ടാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കാൻ പാടില്ല. ഒരു ചെറിയ തീയിൽ ചെറുതായിട്ടൊരു 2 മിനിറ്റ് ഇരിക്കട്ടോ, ചെറിയ ഫ്ലെയിം മതി. അതിനുശേഷം നമുക്ക് കാണാം. അപ്പം നമ്മുടെ റംബൂട്ടാൻ അച്ചാർ കണ്ടോ, ഒന്ന് ചെറുതായിട്ട് തിളച്ച്, ഇത്രയും മതി കേട്ടോ, ഒത്തിരി തിളപ്പിക്കേണ്ട. ഒന്ന് ഗ്രേവിയൊക്കെ ശരിക്കും പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ അച്ചാർ തണുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എമ്മി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ കഴിഞ്ഞാലും റംബൂട്ടാൻ സൂക്ഷിച്ച് വെച്ച് കഴിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ കൂടിയാണിത്. ഞങ്ങളെന്തായാലും കുറേ അധികം ഉണ്ടാക്കി വയ്ക്കാനുള്ള പരിപാടിയാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ സാധനം. എന്തായാലും ഞാനിത് ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കണ്ടോ, ശരിക്കും മസാലയൊക്കെ പിടിച്ച്
ഭംഗിയായിട്ടിരിപ്പുണ്ട്. കഴിച്ചോക്കട്ടെ. കുരുവെല്ലാം അങ്ങനെയൊക്കെ പോരും കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി വെച്ചാൽ സൂപ്പറായിട്ടുണ്ട്. ആ റംബൂട്ടാൻ്റെ മധുരവും ആ പുളിയും നല്ല എരിവും ആ മസാലയൊക്കെ ചേർത്ത് വല്ലാത്തൊരു ടേസ്റ്റാണ്. സോ റംബൂട്ടാൻ ഒരുപാടുള്ള സമയമാണ്. കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താലും ഇല്ലെങ്കിലും ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.